ഹായ് ഡിയർ, വെൽക്കം ടു പോസിറ്റീവ് വൈബ്സ്. നമ്മുടെ ചാനലിന് 300 സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വളരെയധികം ഹാപ്പിയാണ്. ഈ ചാനലിൽ എന്നോടൊപ്പം ഉണ്ടായിരുന്ന പഴയ സബ്സ്ക്രൈബേഴ്സിനും പുതിയതായിട്ട് എത്തിച്ചേർന്നിട്ടുള്ള സബ്സ്ക്രൈബേഴ്സിനും ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്നും നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം ഡിവൈനോടും എൻ്റെ നന്ദി അറിയിക്കുന്നു. ഈ ഒരു ജേണി എനിക്ക് നൽകിയതിനും ഈ ജേണിയുടെ ഭാഗമായ നിങ്ങളെ ഗൈഡ് ചെയ്യുവാനായിട്ട് എന്നെ തിരഞ്ഞെടുത്തതിനും ഡിവൈനോടും ശിവശക്തിയോടും എല്ലാ ഡിവൈൻ പവേഴ്സിനോടും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു. അടുത്തതായിട്ട് ഞാൻ ജൂൺ മന്തിൽ ചെയ്ത കുറച്ച് പെയ്ഡ് സെഷൻസിൻ്റെ റിവ്യൂസാണ്. ഒന്ന് വായിക്കാം. മനസ്സിൽ കുറേ നാളായുള്ള ഒരു വലിയ ഡൗട്ട് ക്ലിയർ ചെയ്യാനാണ് ഞാൻ കാർഡ് എടുത്തത്. തികച്ചും സത്യസന്ധമായ റീഡിംഗ് ആയി തോന്നി. കിട്ടിയ ആൻസർ അതുപോലെ തന്നെ പറഞ്ഞു തന്നു. ഇതുവരെ യൂണിവേഴ്സ് ക്ലാരിറ്റി തന്നില്ലെന്നും വെയിറ്റ് ചെയ്യൂ എന്നുമായിരുന്നു റിസൾട്ട്. ഞാൻ എക്സ്പെക്റ്റ് ചെയ്തതും സെയിം ആൻസർ ആയിരുന്നു. യെസ് ഓർ നോ എന്ന് മറുപടി പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാതെ കറക്റ്റായി കിട്ടിയ ആൻസർ പറഞ്ഞു തന്നതിന് താങ്ക്സ്. പിന്നെ താങ്കൾ എടുത്ത പല പേഴ്സണൽ റീഡിങ്ങും കറക്റ്റായിരുന്നു. യൂണിവേഴ്സ് ഇപ്പോൾ റിവീൽ ചെയ്യാത്ത ആ രഹസ്യം അറിയുന്നതിനായി ക്ഷമയോടെ കാത്തിരിക്കുന്നു. ഇത് ഞാനെടുത്ത ഒരു പെയ്ഡ് സെഷൻ്റെ റിവ്യൂ ആണ്. ഒരു ടാരറ്റ് റീഡിങ്ങും എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ആ ടാരറ്റ് റീഡിങ്ങിൽ എസ് ഓർ നോ ക്വസ്റ്റ്യൻ ആയിരുന്നു. അതിന് കറക്റ്റായിട്ടൊരു ആൻസർ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഡിവൈൻ ടൈമിൽ ഉത്തരം റിവീലാകും എന്നായിരുന്നു ഡിവൈൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്ന ഒരു ഗൈഡൻസ്. അടുത്തത് നോക്കാം. ചേച്ചി, അന്ന് നമ്മൾ സെഷൻ ബുക്ക് ചെയ്തത് എനിക്ക് നല്ല എഫക്റ്റ് ആയിരുന്നു. ചേച്ചി പറഞ്ഞ പോലെ അന്ന് തന്നെ കർമ്മ ക്ലിയർ ചെയ്യാൻ വേണ്ട മെഡിറ്റേഷനൊക്കെ ചെയ്യുന്നുണ്ട്. അന്ന് സംസാരിച്ചപ്പോൾ കുറച്ച് മനസ്സിലാണെങ്കിലും ഒരു ആശ്വാസം, സമാധാനം എല്ലാം തോന്നി. ഞാൻ ഈ ട്വിൻ ഫ്ലെയിം ജേണിയിൽ സ്പിരിച്വൽ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടാറുണ്ട്. എല്ലാം ഡിവൈൻ തീരുമാനം ആണ്. എല്ലാം ദൈവത്തിൽ സറണ്ടർ ചെയ്തും എല്ലാവരോടും ക്ഷമിക്കാനും എല്ലാം സോൾ പർപ്പസ് ഭാഗമായി കാണാനും ഇപ്പോൾ സാധിക്കുന്നുണ്ട്. എനിക്ക് ഗൈഡൻസ് തന്ന ചേച്ചിക്കും യൂണിവേഴ്സിനും ഏഞ്ചൽസിനും ദൈവത്തിനും ഡിവൈൻ വേൾഡ് മുഴുവനും താങ്ക് യു. ഇദ്ദേഹം ജേണിയെ പറ്റി കുറച്ച് ഡൗട്ട്സുമായിട്ടാണ് വന്നത്. ആ ഡൗട്ട്സ് ക്ലിയർ ചെയ്തു. പിന്നെ ഞങ്ങൾ കുറച്ചധികം നേരം സംസാരിച്ചു. കുറച്ച് മനസ്സിലുള്ള കുറച്ചധികം വിഷമങ്ങളൊക്കെ പറഞ്ഞു. ഒരാശ്വാസം ആൾക്ക് കിട്ടിയെന്നാണ് പറഞ്ഞത്. അപ്പോൾ മുന്നോട്ട് എങ്ങനെയാണ് ഹീലിങ്ങും ഇന്നർ വർക്കൊക്കെ കൊണ്ടുപോകേണ്ടത് എന്നുള്ളതിലൊക്കെ ഒരു ഡിവൈൻ ഗൈഡൻസ് ആൾക്ക് കൊടുത്തിട്ടുണ്ട്. അടുത്തത് നോക്കാം. ഹായ് മാം, എൻ്റെ ലൈഫിൽ സ്ട്രഗിളിംഗ് ഫേസിലാണ്. മാമിൻ്റെ വീഡിയോസ് യൂട്യൂബിൽ കാണുന്നതും കോൺടാക്റ്റ് ചെയ്യുന്നതും. ഫസ്റ്റ് ടൈം സംസാരിച്ചപ്പോൾ തന്നെ എനിക്ക് നല്ല ഒരു കണക്ഷൻ ഫീൽ ചെയ്തു. നല്ല ഓപ്പണായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റി. എനിക്ക് ഒരുപാട് റിലീഫ് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നീട് ടാരറ്റ് റീഡിംഗ് ചെയ്ത് മാം എൻ്റെ സിറ്റുവേഷനെ പറ്റിയും അതിനുള്ള സൊല്യൂഷൻസൊക്കെ വെൽ എക്സ്പ്ലെയിൻ ചെയ്ത് എനിക്ക് മനസ്സിലാക്കി തന്നു. മാം പറഞ്ഞ സൊല്യൂഷൻസൊക്കെ ഞാനിപ്പോൾ റിലീജിയസ്ലി ഫോളോ ചെയ്യുന്നുണ്ട്. ആൻഡ് ഐ ക്യാൻ ഫീൽ ദ ചേഞ്ച് ഇൻസൈഡ്. കുറേ കൂടി സ്ട്രോങ് ആയി കുറച്ചുകൂടെ പോസിറ്റീവായിട്ട് കാര്യങ്ങളെ എടുക്കാൻ എനിക്ക് ഇപ്പോൾ സാധിക്കുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. ഞാൻ ഈ കഴിഞ്ഞ മാസം ചെയ്ത സെഷൻസിൽ ഏറ്റവും എനിക്ക് ഹാപ്പിയായിട്ട് ഫീൽ ചെയ്യുന്നൊരു സെഷനാണ്. ഈ ഒരു സെഷൻ ബുക്ക് ചെയ്യുന്ന സമയത്ത് ആൾ നല്ല ടെൻസ്ഡായിരുന്നു. ഈ ജേണിയുടെ ഏറ്റവും തുടക്കത്തിലുള്ള ഒരാളാണ്. അപ്പോൾ കുറേയധികം കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. അതൊക്കെ ക്ലിയർ ചെയ്തു. ഞങ്ങളൊരു ടാരറ്റ് റീഡിങ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിനും എനിക്ക് കൃത്യമായിട്ടുള്ളൊരു റിപ്ലൈ കൊടുക്കാനായിട്ട് എനിക്കല്ല, ഡിവൈൻ കൃത്യമായിട്ടൊരു ഗൈഡൻസ് കൊടുക്കാനായിട്ട് എന്നിലൂടെ സാധിച്ചു. അത് മാത്രമല്ല, ഒരു കൺഫ്യൂഷനായിട്ട് നിന്ന ഒരാൾ നല്ലൊരു പോസിറ്റീവ് ഈ റിവ്യൂ വായിച്ചപ്പോൾ എനിക്കൊരുപാട് സന്തോഷമായി. ഞാൻ അപ്പോൾ തന്നെ ചോദിക്കുകയും ചെയ്തു, ഇത്രയ്ക്കും ഒരു പോസിറ്റീവ് ചേഞ്ച് ഇയാളിൽ ഉണ്ടായോ എന്നുള്ളത്. അപ്പോൾ വളരെ പോസിറ്റീവായിട്ടാണ് സംസാരിച്ചത്. ഞാനും ഒരുപാട് ഹാപ്പിയാണ്. ഡിവൈൻ അത്തരത്തിലൊരാളെ ഒരു ഹാപ്പി ഫേസിലേക്ക് അല്ലെങ്കിൽ ഒരു സ്ട്രോങ് ആക്കി കൊണ്ടുവരാനായിട്ട് എന്നിലൂടെ ഡിവൈന് സാധിച്ചിട്ടുണ്ടെങ്കിൽ താങ്ക് യു ഡിവൈൻ. താങ്ക് യു സോ മച്ച് ഡിയർ. അതുപോലെ തന്നെ നിങ്ങളോടുള്ള നന്ദിയും
ഞാൻ അറിയിക്കുന്നു. താങ്ക് യു ഡിയർ, താങ്ക് യു സോ മച്ച്. ഇനി അങ്ങോട്ടും ഇതേ സപ്പോർട്ട് ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി താങ്ക് യു.